ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ഔദ്യോഗികോദ്ഘാടനം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ നിർവഹിച്ചു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കൾച്ചറൽ മാർക്സിസം അരാജകത്വത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന വിഷയത്തിൽ ജെ നന്ദകുമാർ വിഷയം അവതരിപ്പിച്ചു. 3 ദിവസങ്ങളിലായി ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സമ്മേളനം മലപ്പുറം തിരൂരിലാണ് നടക്കുന്നത്. ഇന്നലെ ആരംഭിച്ച സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ നിർവഹിച്ചു. തുടർന്ന് കൾച്ചറൽ മാർക്സിസം അരാജകത്വത്തിന്റെ പ്രത്യയശാസ്ത്രം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിച്ചു. ഈ ഡിമോറലൈസേഷന് വേണ്ടി നമ്മുടെ ആചാരങ്ങളിൽ പലതിനെയും നിഷേധിക്കുന്ന അതിന്റെ ഉദാഹരണങ്ങൾ ശിവരാത്രി അടുത്തു വരുമ്പോഴേക്കും പാലിനോട് പ്രേമം കൂടി തുടങ്ങും ആളുകൾക്ക്. കാരണം ശിവന് പാലാഭിഷേകം നടത്തുന്നത് നഷ്ടമാണെന്ന് പറയും. പിന്നെ ഹോളി ഒക്കെ ആകുമ്പോൾ, ഞാനിത് ദേശീയ തലത്തിൽ തയ്യാറാക്കിയ പ്രസന്റേഷൻ ആയതുകൊണ്ട് കേരളത്തിലേത് ഇത് നിങ്ങൾ ചേർത്ത് വയ്ക്കുക. ഓരോ സമയത്തും നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ശബരിമലയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഏതെല്ലാം തരത്തിലുള്ള ഡിമോറലൈസിങ് എക്സസൈസസ് ആണ് ഇവർ ഓരോരുത്തരും ചെയ്യുന്നത്. അതിൽ തന്ത്രിയെ കൊടുക്കുന്നത് തുടങ്ങി പൂജാരിമാരുടെ വേഷത്തെ കുറിച്ച് തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കൂട്ടർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ദയവ് ചെയ്ത് ആ പ്രചരിപ്പിച്ച ചില വ്യക്തികളുടെ പാർട്ടി നോക്കിയിട്ട് അതിനെ കാണരുത്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, സനാതന ധർമ്മത്തിനെതിരായി പ്രസംഗിക്കുന്ന ആളുടെ പാർട്ടി അല്ല ഇത് പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ അതിന്റെ ഉള്ളിലൂടെ ഒരു ആശയം അവരുള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. അതാണ് ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിനും ജോലിക്കും യുവാക്കൾ അന്യ നാടുകളിലേക്ക് പോവുകയാണെന്നും ഇതിന് മാറ്റം വരണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ യുവതി യുവാക്കൾ അന്യ നാടുകളിലേക്ക് ചേക്കേറുകയാണ് എന്ന ആശങ്ക പലരും പ്രകടിപ്പിക്കുന്നു. ഇവിടെ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നാണ് പരാതി. ഈ അന്തരീക്ഷം മാറ്റിയെടുക്കണമെങ്കിൽ കേരളത്തെ സ്നേഹിക്കുന്ന ചിന്താശീലർ ഒത്തുചേർന്ന് പ്രവർത്തിക്കണം. കേരളം മാറിയേ മതിയാവും. ആ മാറ്റത്തിന് പരിശ്രമിക്കുന്നവർക്ക് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ എളിയ പിന്തുണ എക്കാലത്തും ഉണ്ടാവും. ഇന്നലെ സംസ്ഥാന സമിതി യോഗവും പ്രതിനിധി സഭയും ചേർന്നു. വരവ് ചിലവുകളും വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. മുൻ PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ, പ്രൊഫസർ G ഗോപകുമാർ, ഡോക്ടർ M രാജേഷ്, പ്രൊഫസർ രാകേഷ് സിൻഹ തുടങ്ങിയവരും വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തും. ഭരണഘടനാ ഭേദഗതി, ചരിത്രം, രാഷ്ട്രീയം, വഖഫ് രാഷ്ട്രീയവും ഭാരതത്തിന്റെ പരമാധികാരവും, ഹിന്ദു ജനത, ആഗോള വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. സമാപന സഭ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 3:30 കൽക്കട്ട വിശ്വഭാരതി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ കലാമണ്ഡലം പോരൂർ ശങ്കരനാരായണൻ നിർവഹിക്കും. ജനം, മലപ്പുറം.